അപ്രതീക്ഷിത അടിയൊഴുക്കിൽ കാലിടറി വീണ് പൊന്നാനി നഗരസഭയിലെ പ്രമുഖർ. മുൻ നഗരസഭാ ചെയർപേഴ്സൺ പടിഞ്ഞാറകത്ത് ബി.വി., ഡി.സി.സി വൈസ് പ്രസിഡന്റ് വി. ചന്ദ്രവല്ലി, സംസ്ഥാന കബഡി ടീം പരിശീലകൻ പി. ഹസൻ ഗോയ, ഡി.സി.സി അംഗം പുന്നക്കൽ സുരേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M.A. ഹമീദ്, P.V. ലത്തീഫ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹി V.V. ഹമീദ്, AITUC നേതാവ് A.K. ജബ്ബാർ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി M.P. നിസാർ, CDS ചെയർപേഴ്സൺ M. ധന്യ എന്നിവരാണ് പരാജയപ്പെട്ടവരിൽ പ്രമുഖർ. പടിഞ്ഞാറകത്ത് ബി.വി. തെക്കേപ്പുറം വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യമാണ് ബി.വി.യുടെ വിജയം തടഞ്ഞത്. 200-ലേറെ വോട്ടാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി മാസിദ ഖലീൽ പിടിച്ചത്. LDFിലെ ബി.വി. മോളാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 7-ാം വാർഡിൽ നിന്നാണ് വി. ചന്ദ്രവല്ലി മത്സരിച്ചത്. LDFിലെ CV സുധയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ശക്തമായ മത്സരമായിരുന്നു ഇവിടെ നടന്നത്. തീപാറും പോരാട്ടം നടന്ന 851 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് അപ്രതീക്ഷിത തോൽവിയാണ് നേരിടേണ്ടി വന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P.V. ലത്തീഫും M.A. ഹമീദുമാണ് 2 വാർഡുകളിലായി തോറ്റത്. ലത്തീഫിന്റെ തോൽവി DCC ജനറൽ സെക്രട്ടറി T.K. അഷ്റഫിനോടായിരുന്നു. ശക്തനായ M.A. ഹമീദിനെ പരാജയപ്പെടുത്തിയത് കായിക അധ്യാപകൻ കൂടിയായ ഖാദർകുട്ടി മാസ്റ്ററായിരുന്നു. 2 വാർഡുകളും CPMന്റെ സിറ്റിംഗ് വാർഡുകളായിരുന്നു. CPI നേതാവായിരുന്ന A.K. ജബ്ബാറിന്റെ തോൽവിക്ക് കാരണം വാർഡിലെ അടിയൊഴുക്കാണെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് CPM പ്രാദേശിക പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്ന വിമ്മിഷ്ടം അടിയൊഴുക്കിന് ഇടയാക്കി. വിമതനായി CPM പ്രവർത്തകൻ മത്സരരംഗത്തുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് H. കബീറാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. തീരദേശ വാർഡുകളിൽ ശക്തമായ അടിയൊഴുക്കുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 3 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇത് UDFന് ഗുണകരമായി. 12-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആഷിഖിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് കണക്ക് കൂട്ടിയിരുന്നുവെങ്കിലും LDF സ്ഥാനാർത്ഥി തന്നെ അവിടെ വിജയിച്ചു. ചുമട്ട് തൊഴിലാളി കൂടിയായ മണികണ്ഠനാണ് ഇവിടെ നിന്ന് വിജയിച്ചത്.